കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് സുമൻ പാൽക്കോ അധ്യക്ഷനായിരുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. റോട്ടറി ക്ലബ്ബ് ഓഫ് ഹെറിറ്റേജ് ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. വഴിയോര കച്ചവടത്തിനെതിരെയും വാടക നൽകി വസ്ത്രവ്യാപാരം നടത്തുന്നവർക്ക് 18% GST ഏർപ്പെടുത്തിയതിലും പ്രതിഷേധിച്ച് സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് KTGA-യുടെ ജില്ലാ കൺവെൻഷനിൽ തീരുമാനിച്ചത്. നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം ടെക്സ്റ്റൈൽ വളരെയധികം റീറ്റെയിൽ മേഖലയിൽ ഭീഷണി നേരിടുകയാണ്. അത് പ്രത്യേകിച്ച് ഇപ്പം ചെറിയ ഓൺലൈൻ അല്ല, വലിയ ഓൺലൈൻ കുത്തകളുടെ കടന്നുകയറ്റം അനുസരിച്ച് ഇപ്പോൾ ചെറിയ ആൾക്കാർക്ക് ഓൺലൈൻ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ആ ഒരു മേഖലയിൽ ഈ കൊല്ലം കിട്ടുന്ന ബിസിനസ് അടുത്ത കൊല്ലം കിട്ടുന്നില്ല. ആഴ്ചകൾ തോറും ഞായറാഴ്ച തോറും ഏതെങ്കിലും മറ്റ് ഇരുമ്പ് കടയോ മറ്റ് കടകളോ അടച്ചിടുന്ന തിണ്ണകൾ മുഴുവനും ഇന്ന് ഫുട്പാത്ത് കച്ചവടക്കാരാണ്. അത് മുഴുവനും വരുന്നത് ടെക്സ്റ്റൈൽ ഉൽപ്പന്നമാണ്. ഇത് എവിടെ വടക്കേ ഇന്ത്യയിൽ യൂസ് ചെയ്ത സാധനം വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് അവർക്ക് ഓരോ മാഫിയകൾ ഇങ്ങനെ കണ്ടെയ്നർ വഴി കയറ്റി കേരളത്തിൽ കൊണ്ടുവന്നിട്ട് അത് 50 രൂപ 100 രൂപ അങ്ങനെയുള്ള ലെവലുകൾ വിൽക്കുകയാണ്. സാധാരണ ഉപഭോക്താവിനെ സംബന്ധിച്ചോളം അവൻ നോക്കുമ്പോൾ ഒരു ജീൻസ് അല്ലെങ്കിൽ കൊച്ചിൻ്റെ ഒരു ചെറിയ പാൻറ്റ് ഇതൊക്കെ ആ ഉൽപ്പന്നം വഴിയിൽ കണ്ടുകൊണ്ട് വാങ്ങിക്കും. അത് 50 രൂപ 100 രൂപ നിസ്സാര വിലയ്ക്ക് കിട്ടുന്നു. ഇത് വടക്കേ ഇന്ത്യയിൽ വെറുതെ കിട്ടുന്ന സാധനം കേരളത്തിലുള്ള കച്ചവടക്കാർ കൊണ്ടുവന്ന് വലിയ വിലയ്ക്ക് വിൽക്കുക എന്നുള്ള ധാരണയിൽ കൂടാണ് അവരുടെ ആ ഫുട്പാത്തിൽ പോകുമ്പോൾ ഈ മീഡിയകൾ തന്നെ നിങ്ങൾ പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാം. വാ സാർ 50 രൂപ 100 രൂപയേ ഉള്ളൂ, 150 രൂപ ഉള്ളൂ. ഇത് ഞങ്ങൾ വടക്കേ ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് ഉൽപ്പാദന സ്ഥലത്ത് നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാണ് വിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സാധനം മനുഷ്യൻ യൂസ് ചെയ്ത സാധനം അത് റീവാഷ് ചെയ്ത് കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. അതൊന്ന്. അതുപോലെ തന്നെ മറ്റു മേഖല കടന്നുകയറ്റമാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ വാടക കൊടുക്കുന്ന കച്ചവടക്കാരാണ് ഇന്ന് കൂടുതലുള്ളത്. അതിന് 18% GST ആണ്. 5% അല്ല, 18%. ഇതുകൊണ്ട് പല കച്ചവടക്കാരും നിന്നു പോകുന്ന അവസ്ഥയുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തമിഴ്നാട് കഴിഞ്ഞ ദിവസം മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് റോഡിലിറങ്ങി സമരമായിരുന്നു. കൂടാതെ കുത്തകകളുടെ ഓൺലൈൻ ബിസിനസ് കൂടി വരുന്ന സാഹചര്യത്തിൽ സാധാരണ കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാവണമെന്നാണ് KTGA ആവശ്യപ്പെടുന്നത്. ഈ ഓൺലൈൻ വ്യാപാരങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മുടെ വ്യാപാര മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ പോലെ ചെറിയ ടൗണുകളിൽ വരെ ഇപ്പോൾ ഓൺലൈൻ കുത്തകൾ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂത്ത് വിഭാഗങ്ങളുടെ കച്ചവടം എല്ലാം ഇപ്പോൾ ഓൺലൈനിലേക്ക് മാറി. അപ്പം ഒരു സാധാ ചെറിയ ടൗണുകളിൽ ചെറിയൊരു കച്ചവടമായിട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ യൂത്തിൻ്റെ ഈ ആവശ്യങ്ങൾ ഓൺലൈനിൽ കൊടുക്കുന്ന പോലെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ കഴിയാതെ വരികയും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുകയും പല വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതിനെല്ലാം ഈ ഓൺലൈൻ വിപണിയിൽ ശക്തമായിട്ട് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത്. സംഘടന സംസ്ഥാനത്തിനും GST കൗൺസിലിനെല്ലാം ഇത് സംബന്ധിച്ച് ഉള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓൺലൈൻ വ്യാപാരത്തിൽ നമ്മുടെ ന്യായമായിട്ടും സർക്കാരിന് കിട്ടേണ്ട ടാക്സ് നിലവിൽ കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമാണ് ഈ മേഖലയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ വ്യാപാരത്തിലൂടെ നമ്മുടെ സാധാരണ വ്യാപാരി GST രജിസ്ട്രേഷൻ എടുത്ത് അവൻ മുറി വാടകയ്ക്കെടുത്ത് ശമ്പളക്കാരെ സെയിൽസ്മാൻമാരെ വെച്ച് ഇരിക്കുമ്പോൾ അവൻ വിൽക്കുന്നതിന് അവൻ കൃത്യമായി ടാക്സ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. യോഗത്തിൽ കട്ടപ്പന മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ സാജൻ ജോർജ്, സിജോമോൻ ജോസ്, ജോഷി കുട്ടട, KP ബഷീർ എന്നിവർക്ക് സ്വീകരണം നൽകി. ജനറൽ സെക്രട്ടറി അഹമ്മദ് കബീർ, ജില്ലാ ട്രഷറർ അനസ് P അസീസ്, കട്ടപ്പന മേഖലാ പ്രസിഡന്റ് സന്തോഷ് ദേവസ്യ, അടിമാലി മേഖലാ പ്രസിഡന്റ് സനൂപ് TM, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് റോബിൻസ് ഹിന്ദുസ്ഥാൻ, കുമളി മേഖലാ പ്രസിഡന്റ് TK തോമസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജോ ഫിലിപ്പ്, ജോയിന്റ് സെക്രട്ടറി അലൻ നിരവത്തെ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്.
ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.